ഹലോ ഫ്രണ്ട്സ്, കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന വളരെ രുചികരമായ ഒരു എഗ്ഗ് മാഗി റെസിപ്പിയുമായിട്ടാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് സമയം കളയാതെ നേരെ വീഡിയോയിലേക്ക് പോകാം. അതിനായിട്ട് ആവശ്യമുള്ള കുറച്ച് വെജിറ്റബിൾസ് നമുക്ക് ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഒരു മീഡിയം സൈസിലുള്ള ക്യാപ്സിക്കം, കുറച്ച് വെളുത്തുള്ളി, ഒരു തക്കാളി, ഒരു മീഡിയം സൈസുള്ള സവോള, അവയെല്ലാം നമുക്ക് ചെറിയ സ്ക്വയർ കഷ്ണങ്ങളാക്കി ഒന്ന് കട്ട് ചെയ്തെടുക്കാം. നമ്മൾ വെജിറ്റബിൾസ് എല്ലാം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഒരു പാത്രം ചൂടാകാൻ വെച്ചിട്ട് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിൽ ഇപ്പം കോക്കനട്ട് ഓയിൽ ആണെങ്കിലും സൺഫ്ലവർ ആണെങ്കിലും കുഴപ്പമില്ല. അതിലേക്ക് നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. ഇനി ചെറുതായിട്ട് അതൊന്ന് വാടിയതിന് ശേഷം അരിഞ്ഞു വെച്ചിരിക്കുന്ന ക്യാപ്സിക്കം ഇട്ട് കൊടുക്കാം. നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവോള ഇട്ട് കൊടുക്കാം. അത് കുറച്ചൊന്ന് വാടിയ ശേഷം നമുക്ക് അരിഞ്ഞു വെച്ച് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന തക്കാളിക്കായും കൂടി ഒന്ന് ഇട്ട് കൊടുക്കാം. അത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. വെജിറ്റബിൾസ് ചെറുതായിട്ടൊന്ന് വാടി വന്നാൽ മതി. അതിനുശേഷം നമ്മൾ അതിലോട്ട് കുറച്ച് മല്ലിപ്പൊടി, കുറച്ച് കുരുമുളക് പൊടി, കുറച്ച് ഗരം മസാല എന്നിവ ചേർത്ത് കൊടുക്കുക. എല്ലാം ഒരു 1/2 ടീസ്പൂൺ വെച്ച് ചേർത്ത് കൊടുത്താൽ മതി. ഇനി അതിനുശേഷം ആ പൊടിയുടെ പച്ചമുളകൊക്കെ ഒന്ന് മാറാൻ വേണ്ടി നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഇതിലേക്ക് നമുക്ക് ആവശ്യമായിട്ടുള്ള കുറച്ച് ഉപ്പ്, വെജിറ്റബിൾസിന് ആവശ്യമായിട്ടുള്ള കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക. നമ്മുടെ പൊടികളൊക്കെ ഒന്ന് മൂത്ത് വന്നതിന് ശേഷം ഈ വെജിറ്റബിൾസ് എല്ലാം നമുക്ക് പാത്രത്തിൻ്റെ ഒരു സൈഡിലോട്ട് മാറ്റി വെച്ചതിന് ശേഷം നമുക്ക് 2 മുട്ട ഒഴിച്ചു കൊടുക്കാം. ഈ മുട്ടയ്ക്ക് ആവശ്യമായിട്ടുള്ള കുറച്ച് ഉപ്പും കൂടി അതിലോട്ട് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുത്ത് വേവിച്ചെടുക്കാം. നമ്മുടെ മുട്ട വെന്ത് വന്നതിന് ശേഷം ആ വെജിറ്റബിൾസും കൂടി എല്ലാം കൂടെ കൂട്ടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിലേക്ക് ഒരു 3 പീസ് മാഗി ചേർത്ത് കൊടുക്കാം. ഒന്ന് പൊടിച്ചിട്ടിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി മസാലയൊക്കെ ആയിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം നല്ലപോലെ. നമ്മൾ മാഗി മസാലയൊക്കെ ആയിട്ട് നല്ലപോലെ മിക്സ് ആക്കി വെച്ചിട്ടുണ്ട്. ഇനി അതിൻ്റെ മാഗിയുടെ മസാലയും കൂടി നമ്മൾ 3 പാക്കറ്റ് പൊട്ടിച്ച് വെച്ചിരുന്നതും കൂടി ചേർത്ത് കൊടുത്ത് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഇനി നമുക്ക് ഇതിലോട്ട് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം. പച്ചവെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ടേസ്റ്റ് നഷ്ടപ്പെടുന്നതായിരിക്കും.
നമ്മൾ തിളപ്പിച്ച് വെച്ചിരിക്കുന്ന ചൂടുവെള്ളം തന്നെ ഒഴിച്ചു കൊടുക്കുക. ഇനി 2-3 മിനിറ്റ് നല്ലപോലെ ഒന്ന് വേകാൻ വേണ്ടി നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇടയ്ക്ക് ഒന്ന് ചെറുതായിട്ട് ഇളക്കി കൊടുക്കുക. നമ്മുടെ എഗ്ഗ് മാഗി റെസിപ്പി റെഡി ആയിട്ടുണ്ട്. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ഡിഷാണിത്. നിങ്ങളെല്ലാവരും വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. പതിവായി നമ്മൾ കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കുന്ന മാഗിയിൽ നിന്നും വളരെ വ്യത്യസ്തമായിട്ടും രുചികരമായിട്ടുമുള്ള ഒരു മാഗി റെസിപ്പിയാണിത്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഉണ്ടാക്കി നോക്കിക്കഴിഞ്ഞ് നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്ന് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ ശ്രദ്ധിക്കുമല്ലോ. താങ്ക് യു.